+2 പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയവരാണോ നിങ്ങൾ? ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം നിർത്തി ഇന്നൊരു നിലയിലെത്താൻ സാധിക്കാത്തവരാണോ? ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സമയമില്ലേ? എന്നാൽ ഇനി വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും SSLC +2 പാസ്സാകാം LB അക്കാദമിയിലൂടെ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. സ്റ്റേറ്റ്, CBSE, ICSE സിലബസിൽ പഠനം മുടങ്ങിയവർക്കും അപേക്ഷിക്കാം. PSC, UPSC, കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത SSLC +2 നിങ്ങൾക്ക് നേടിയെടുക്കാം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്, പാലത്തിങ്ങൽ ബിൽഡിംഗ്, പേട്ട ജംഗ്ഷൻ, എറണാകുളം. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ NIOS അഡ്മിഷൻ എടുത്ത് SSLC +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ്, മിസ് ഞങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ NIOS അഡ്മിഷൻ എടുത്ത് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുല്യത സർട്ടിഫിക്കറ്റ് ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു തുല്യത സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 2025 ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ 2024 ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതി ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് പരാജയപ്പെട്ടു പോയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് നമ്മൾ 2025 ഫെബ്രുവരി 3 മുതൽ ആരംഭിക്കുകയാണ്. സോ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് 2025 ഫെബ്രുവരി 3 മുമ്പായിട്ട് തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് തുല്യത സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. തുല്യത സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇപ്പൊ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ തുല്യത സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ NIOS SSLC +2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ NIOS SSLC +2 കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു തുല്യത സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തു വെക്കണം. കാരണം എപ്പോഴാണ് നമുക്ക് ഇതിന്റെ ആവശ്യകത വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തുല്യത സർട്ടിഫിക്കറ്റ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. സോ ഇതിന് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം. ഈ ഒരു തുല്യത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യകത ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. നമ്മുടെ NIOS വഴി നമ്മുടെ +2 കംപ്ലീറ്റ് ചെയ്തു അല്ലെ, അല്ലെങ്കിൽ പാസ്സായി നമ്മൾ. അപ്പൊ ഈ ഒരു ബോർഡിൽ നമ്മൾ +2 ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കേരള ബോർഡ് ഇത് അംഗീകരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡും ഈ ഒരു NIOS +2 തുല്യമാണ് എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു തുല്യത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ 10ാം ക്ലാസ്സുകാർക്കും കിട്ടും കേട്ടോ. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്ട് കോമ്പിനേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ തുല്യത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ അപ്ലൈ ചെയ്താലും ഇത് റിജക്ട് ആയി പോകും. അത് നേരത്തെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട്. സബ്ജക്ട് കോമ്പിനേഷൻ എന്താണെന്നുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എനിക്ക് തോന്നുന്നു ചില ഇൻസ്റ്റിറ്റ്യൂഷൻകാർ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ തന്നെ നമ്മളോട് പറയാറുണ്ട്, അതായത് മിസ്സേ 5 സബ്ജക്ട് ഞാൻ പാസ്സാണ്, എന്നിട്ട് എന്നോട് പറയുന്നു 6ാമത്തെ സബ്ജക്ട് ഒരെണ്ണം കൂടെ എടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മുടെ NIOS 5 വിഷയം തന്നെ പാസ്സായി മതി. ഈ 6ാമത്തെ സബ്ജക്റ്റിന്റെ ഒക്കെ കേസ് വന്നിരിക്കുന്നത് ഒരു വൊക്കേഷണൽ സബ്ജക്ട് നിർബന്ധമാക്കിയിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ്. അല്ലാതെ ഇപ്പോഴൊന്നും അങ്ങനെ ഒരു 6 സബ്ജക്റ്റേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ, 5 പറ്റത്തില്ല, അങ്ങനെ ഒന്നും ഇതിനകത്തില്ല. 5 വിഷയം നിങ്ങൾ പാസ്സാണെങ്കിൽ പാസ്സായിട്ട് തന്നെ നമുക്ക് NIOS എടുക്കാവുന്നതാണ്. പിന്നെ തുല്യത സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യവസ്ഥകളൊക്കെ പാലിച്ചു വേണം നിങ്ങൾ സബ്ജക്ട് കോമ്പിനേഷൻ എടുക്കാനായിട്ട്. ഓക്കെ. അപ്പൊ തുല്യത സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ലെറ്റർ തയ്യാറാക്കണം. അത് ഫ്രം ടു ഒക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ലെറ്റർ തയ്യാറാക്കുക. ഫ്രം നിങ്ങളുടെ അഡ്രസ്, ടു എന്ന് പറയുന്നത് ദ ഡയറക്ടർ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കൊടുത്ത് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളൊരു റിക്വസ്റ്റ് ലെറ്റർ തയ്യാറാക്കുക. അത് നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ തയ്യാറാക്കേണ്ടത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഫോൺ നമ്പർ നിങ്ങളുടെ വിളിച്ചാൽ കിട്ടുന്ന ഒരു കോൺടാക്ട് നമ്പറും കൂടെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചെലാൻ എടുക്കണം. ആ ചെലാൻ നമ്പർ ഒക്കെ ആ റിക്വസ്റ്റ് ലെറ്ററിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ 150 രൂപയുടെ ചെലാനാണ്. ഇപ്പൊ എമൗണ്ട് മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല, നോക്കിയിട്ട് പറയാം. അപ്പൊ ചെലാൻ എടുക്കണം. ട്രഷറിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ചെലാൻ എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ്, നമുക്ക് ഉടനെ ഡിജിലോക്കർ സർട്ടിഫിക്കറ്റ് വരും. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഒരു സെൽഫ് അറ്റസ്റ്റേഷൻ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നിയമമൊക്കെ മാറി. ഇപ്പൊ നമുക്ക് ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ അറ്റസ്റ്റേഷൻ അങ്ങനെ നിർബന്ധമാക്കിയിട്ടില്ല. സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി സർട്ടിഫിക്കറ്റ്സിൽ.
ഓഫീസിലൊക്കെ. അപ്പൊ നിങ്ങൾ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ സൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു പ്രിന്റും കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും ഒരു അഡ്രസ് പ്രൂഫും കൂടെ വെച്ചേക്കുക, ആധാർ കാർഡ് അങ്ങനെ എന്തെങ്കിലും, ഇത് എല്ലാം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കവറിലാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ ഒരു ലെറ്റർ അയച്ചു കൊടുക്കുക. ഒരു 15 ദിവസത്തിനുള്ളിൽ ഈ അഡ്രസ്സിലേക്ക്, നിങ്ങളുടെ അഡ്രസ്സിലേക്ക് തന്നെ ഈ ഒരു ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് റിട്ടേൺ വരുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് അവർ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിലാണ് തുല്യതാ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതല്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പൊ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ തുല്യതാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട്, ഇപ്പൊ നമ്മുടെ 10ാം ക്ലാസ്സുകാരാണെങ്കിലും നിങ്ങൾക്കും ഉണ്ട് കേട്ടോ ഈ ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യം. കാരണം +1 +2 ഒക്കെ നിങ്ങൾ റെഗുലർ ആയിട്ട് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഈ ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യകത വരുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ സെക്കൻഡറി ബോർഡിൽ നിന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങുക, സെക്കൻഡറി ആണെങ്കിൽ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് ഈ ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ കേരള ബോർഡ് അംഗീകരിച്ചെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ തുല്യതാ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയും ഈ തുല്യതാ സർട്ടിഫിക്കറ്റ് എടുക്കാതിരിക്കരുത്. ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യം വരും. ഇപ്പൊ PSC ഒക്കെ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PSCയിൽ രജിസ്റ്റർ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് PSCയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും PSC ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഇതിന്റെ ഒരു വെരിഫിക്കേഷൻ ടൈമിൽ ഈ സംഭവം ഒക്കെ നമുക്ക് വേണ്ടതാണ് കേട്ടോ. അപ്പോൾ തുല്യതാ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിർത്തുന്നു. NISനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.